ഹായ് ഹായ് ഹലോ മക്കളെ. വെൽക്കം ടു ദ സെക്കൻഡ് പാർട്ട്. നമ്മൾ ഫസ്റ്റ് പാർട്ടില് ലൈഫ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഒരു പ്രോസസ് പഠിച്ചിരുന്നു, ദാറ്റ് ഇസ് ന്യൂട്രീഷൻ. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സസ് ഒക്കെ? എല്ലാവരും എൻജോയ് ചെയ്തോ? എല്ലാവരും ഓക്കെ അല്ലായിരുന്നോ? യെസ്, വെരി ഗുഡ്. സോ ഓൾ ഓഫ് യു, ടീച്ചർ ഇന്ന് വന്നിട്ടുള്ളത് അതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ ടീച്ചർ പറഞ്ഞിരുന്നു ഈ ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് പ്രോസസ്സുകൾ പഠിക്കാനുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാർട്സ് ആയിട്ടാണ് പഠിക്കുക. സോ ഫസ്റ്റ് പാർട്ടിൽ വി കംപ്ലീറ്റഡ് ദ പ്രോസസ് ന്യൂട്രീഷൻ and here we need to move to the next process, that is respiration. എല്ലാവരും റെഡി ആണോ? യെസ്, വെരി ഗുഡ്. സോ ഓൾ ഓഫ് യു, എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അതുപോലെ തന്നെ നോട്ട് ബുക്ക്, പെന്ന് കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കണം. സോ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. സോ വെൽക്കം അഗെയിൻ. റെസ്പിറേഷൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്കൻഡ് പ്രോസസ് ആണ് എന്തെന്ന് പറയുക? റെസ്പിറേഷൻ എന്ന് പറയുക. സോ അതിനു മുമ്പ് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ന്യൂട്രീഷന്റെ ക്ലാസ്സിൽ ആ ഒരു ന്യൂട്രീഷന്റെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? യെസ്, നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മേജർ പ്രോസസ് ആണ് എന്തെന്ന് പറയുക? ന്യൂട്രീഷൻ എന്ന് പറയുന്നത് സിംപ്ലി പറയുകയാണെങ്കിൽ ഇൻടേക്കിംഗ് ഓഫ് ഫുഡ് മെറ്റീരിയൽ ആൻഡ് യൂട്ടിലൈസിംഗ് ദ എനർജി ഒബ്റ്റെയിൻ ഫ്രം ദ ഫുഡ് മെറ്റീരിയൽ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലായിരുന്നോ? ന്യൂട്രീഷൻ പല ടൈപ്പിലുണ്ട്. ഓട്ടോട്രോഫിക് ഉണ്ട്, ഹെറ്ററോട്രോഫിക് ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ അതിന്റെ ഓരോ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. പിന്നെ ഹെറ്ററോട്രോഫിക്കിൽ ഒരു മേജർ എക്സാമ്പിൾ ആയിട്ടുള്ള ഹോളോസോയിക് ന്യൂട്രീഷന്റെ അമീബയുടെ ഡയഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹ്യൂമൻ ബീങ്ങിന്റെ ബോഡിയിൽ എങ്ങനെയാണ് ആ പ്രോസസ് നടക്കുക, ഹോളോസോയിക് ന്യൂട്രീഷൻ കംപ്ലീറ്റ് ആവുക, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. സോ ന്യൂട്രീഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് നടക്കേണ്ടതാണ് എന്തെന്ന് പറയുക? റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ന്യൂട്രീഷൻ കഴിഞ്ഞ് നേരെ നടക്കേണ്ട, നമ്മുടെ ബോഡിയിൽ നടക്കേണ്ട അടുത്ത പ്രോസസ്സിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുക? റെസ്പിറേഷൻ. റെസ്പിറേഷൻ. സോ ന്യൂട്രീഷന്റെ കേസിൽ നമ്മൾ എന്താണ്? ഇൻടേക്കിംഗ് ഓഫ് ഫുഡ് മെറ്റീരിയൽ ആയിരുന്നു എങ്കിൽ റെസ്പിറേഷന്റെ കേസിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഇൻടേക്കിംഗ് ഓഫ് ഓക്സിജൻ. സിംപ്ലി വി ക്യാൻ സെഡ് ദാറ്റ് ഇൻടേക്കിംഗ് ഓഫ് ഓക്സിജൻ. റെസ്പിറേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓക്സിജനെ വലിച്ചെടുക്കുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് റെസ്പിറേഷൻ എന്ന് പറയുക. സോ ഇവിടെ കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്സിജനെ വലിച്ചെടുക്കുന്ന പ്രോസസ്സിനെ റെസ്പിറേഷൻ എന്നല്ല വേറെന്തോ വേർഡ് മിസ് പറഞ്ഞ് സ്കൂളിൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും. ഡോൺ വെറി, ടീച്ചർ പറഞ്ഞു തരാം. ഓക്സിജനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയും കൂടി ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുക? റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റെസ്പിറേഷൻ ഇവിടെ ഈ ഒരു ഇമേജിൽ നമുക്ക് കാണാം. ഒരു ബേബി ഉണ്ട് ഇവിടെ അല്ലെ. ആ ബേബിയെ ഡോക്ടർ ചെക്ക് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങളെയാണെങ്കിലും ഹോസ്പിറ്റൽസിലൊക്കെ പോകുന്ന സമയത്ത്, എന്തെങ്കിലും അസുഖമായിട്ട് പോകുന്ന സമയത്ത് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യില്ലേ? അപ്പൊ എന്താ പറയാ? ശ്വാസം ഒന്ന് വലിച്ചു വിട്ടേ, അങ്ങനെ ഒരു വേർഡ് പറയും അല്ലെ? അങ്ങനെ ഒരു കാര്യം പറയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മൾ ഇരുത്തി ആഞ്ഞങ്ങ് ശ്വാസം വലിച്ചു വിടും. എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അതെന്ത് പ്രോസസ് ആണ്? ആ ഒരു പ്രോസസ് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലേ? ആ ഒരു പ്രോസസ് റെസ്പിറേഷൻ തന്നെയാണോ? എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. റെസ്പിറേഷൻ തന്നെയാണോ ആ ഒരു പ്രോസസ് മക്കളെ? ഡോക്ടറുടെ മുന്നിലിരുന്ന് നമ്മൾ ആ ചെയ്യുന്നത് റെസ്പിറേഷൻ ആണോ? അതോ അതിന് ഇങ്ങനെ ഒരു വേർഡ് വിളിക്കാൻ പറ്റുമോ? നോക്കിക്കേ, ഇങ്ങനെ ഒരു വേർഡ് വിളിക്കാൻ പറ്റുമോ? ബ്രീത്തിങ് എന്ന് പറയാൻ പറ്റുമോ? ലെറ്റ് us take about it. നോക്കാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം എന്താണ് റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് കോംപ്ലക്സ് ഓർഗാനിക് മെറ്റീരിയൽസ് ഇസ് ഓക്സിഡൈസ്ഡ് ടു റിലീസ് എനർജി ഇൻ ദി ഫോം ഓഫ് ATP. എന്താണെന്ന് നോക്കിക്കേ, റെസ്പിറേഷൻ കുറച്ചൊരു എന്താണ്, വലിയൊരു ഹ്യൂജ് ഡെഫിനിഷൻ അല്ലെ? കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ വളരെ സിമ്പിൾ ആണ്. കാര്യം ടീച്ചർ പറഞ്ഞു തരാം. അപ്പൊ റെസ്പിറേഷൻ എന്താണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് കോംപ്ലക്സ് ഓർഗാനിക് മെറ്റീരിയൽ ഇസ് ഓക്സിഡൈസ്ഡ്. ഓക്സിഡൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഓക്സിജന്റെ പ്രസൻസിൽ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓക്സിഡൈസ്ഡ് എന്ന് ഇവിടെ പറയുന്നത് കേട്ടോ. ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? എങ്ങനെ ആ കോംപ്ലക്സ് ഓർഗാനിക് മെറ്റീരിയലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ട് ഇസ് ദ നീഡ് ഓഫ് ഇറ്റ്? എന്തിനു വേണ്ടിയിട്ടാണ്? ടു റിലീസ് എനർജി. എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനർജി ATPയുടെ രൂപത്തിലാണ് റിലീസ് ചെയ്യുക. ATPയുടെ ഫുൾ ഫോം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. എനർജി കറൻസി ഓഫ് അവർ സെൽ എന്ന് പറയുന്നത് ഈ ATPനെയാണ്. ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. സോ റെസ്പിറേഷൻ ഒന്ന് ചിന്തിച്ചേ. ഡോക്ടറുടെ മുന്നിലിരുന്ന് നമ്മൾ ആ ഒരു പ്രോസസ് ആണോ മക്കളെ ചെയ്യുക? ആണോ? ഡോക്ടറുടെ മുമ്പിലിരുന്ന് കോംപ്ലക്സ് ഓർഗാനിക് മെറ്റീരിയലിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ATP ഫോം ചെയ്യുന്ന പ്രോസസ് ആണോ നമ്മൾ ചെയ്യുന്നത്? ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അറിയാതെ നമ്മുടെ ബോഡിയിൽ ആ പ്രോസസ് നടക്കുന്നുണ്ട്. ബട്ട് ഡോക്ടറുടെ മുമ്പിലിരുന്ന് നമ്മൾ എന്താ, ഡോക്ടർ പറയില്ലേ, അമ്മച്ചി അല്ലെങ്കിൽ മോനെ ആ ശ്വാസം അങ്ങ് വലിച്ചു വിട്ടേ എന്ന് പറയുമ്പോൾ ചെയ്യുന്ന പ്രോസസ് ഇസ് ഡിഫറെന്റ്. നോക്കാം, നമുക്ക് ആ പ്രോസസ് എന്താന്ന് നോക്കാം. വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രീത്തിങ് ആൻഡ് റെസ്പിറേഷൻ? യാ, ഇവിടെ നമ്മുടെ മിസ്റ്റർ ബീന് ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്.
എന്താണ് ബ്രീത്തിങ്, എന്താണ് റെസ്പിറേഷൻ? മക്കളെ നിങ്ങൾക്കും വന്നിട്ടുള്ള സെയിം ഡൗട്ട് ആയിരിക്കും. ടീച്ചർ ആദ്യം പറഞ്ഞില്ലേ, ഡോക്ടറുടെ മുന്നിലിരുന്ന് നിങ്ങൾ ശ്വാസം വലിച്ചു വിടുന്ന പ്രോസസ്, ദാറ്റ് ഇസ് നോട്ട് റെസ്പിറേഷൻ, ദാറ്റ് ഇസ് ബ്രീത്തിങ്. അതിനെന്താ പറയാ മക്കളെ? ബ്രീത്തിങ് എന്നാണ്. ബ്രീത്തിങ്. ഓക്കെ, സോ എവ്രി വൺ, ടീച്ചർ 1 2 3 എന്ന് കൗണ്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് ഒന്ന് എന്ത് ചെയ്ത് നോക്കിക്കേ, ആ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒന്ന് ചെയ്ത് നോക്കിക്കേ. എവ്രി വൺ പ്ലീസ് ലിസൺ ഹിയർ. 1 2 3 സ്റ്റാർട്ട്. Yes. Breathe in, breathe out. Breathe in, breathe out. യെസ്, ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണ്ടി വന്നിരുന്നോ? ഇല്ല. സോ ബ്രീത്തിങ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ഇറ്റ് ഇസ് എ ഫിസിക്കൽ പ്രോസസ്. നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ ജസ്റ്റ് സിംപ്ലി ഓക്സിജനെ, ബ്രീത്തിങ്ങിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഓക്സിജനെ ഇൻടേക്ക് ചെയ്യുന്നു, CO2നെ വെളിയിലേക്ക് വിടുന്നു. ആ ഒരു സിമ്പിൾ പ്രോസസ്സിനാണ് എന്തെന്ന് പറയാ? ബ്രീത്തിങ് എന്ന് പറയാ. ഇറ്റ് ഇസ് എ ഫിസിക്കൽ പ്രോസസ്. ബ്രീത്തിങ് ഇസ് എ ഫിസിക്കൽ പ്രോസസ്. ഓക്കെ, ഇനി എന്താ പറയാ? നമ്മൾ അടുത്തൊരു പോയിന്റ് പറയുന്നുണ്ട്, പ്രോസസ് ഓഫ് ഇൻഹെയിലിംഗ് ആൻഡ് എക്സൈലിംഗ്. ബ്രീത്തിങ് എന്താ? സിംപ്ലി പറയുകയാണെങ്കിൽ ഇൻഹെയിൽ ചെയ്യുക, എക്സൈൽ ചെയ്യുക. ഇൻടേക്കിംഗ് ഓഫ് ഓക്സിജൻ ആൻഡ് എക്സൈലിംഗ് ഓഫ് കാർബൺ ഡയോക്സൈഡ്, ദാറ്റ് ഇസ് ബ്രീത്തിങ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നുണ്ട്, ബ്രീത്തിങ് ഇസ് വോളണ്ടറി ആസ് വെൽ ആസ് ആൻ ഇൻവോളണ്ടറി പ്രോസസ്. എന്താ വോളണ്ടറി എന്ന് പറഞ്ഞാൽ? നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നത്. ഡോക്ടറുടെ മുമ്പിൽ ഇരുന്ന് ഡോക്ടർ പറയാണ്, മോനെ ഒന്ന് ശ്വാസം വലിച്ചു വിടുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഡോക്ടർ ചെക്ക് ചെയ്യാണല്ലോ, ഓക്കെ, അപ്പൊ എനിക്ക് ശ്വാസം വലിച്ചു വിടണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഈസ് ആക്ച്വലി വോളണ്ടറി. കാരണം നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യാണ് അവിടെ ഇരുന്ന്. ഇൻവോളണ്ടറി എന്ന് പറയുമ്പം ഡ്യൂറിങ് യുവർ സ്ലീപ്പ്, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ചിന്തിക്കുന്നുണ്ട്, ഒരു 2 മണിയാവുമ്പോൾ എണീറ്റിട്ട് ശ്വാസം ഒന്ന് നീട്ടി വലിച്ചു വിടണം, ഒരു 3 മണിയാവുമ്പോൾ വീണ്ടും അലാറം വെച്ച് എണീറ്റിട്ട് ശ്വാസം ഒന്ന് നീട്ടി വലിച്ചു വിടണം. അങ്ങനെയാണോ നമ്മൾ കിടക്കുക? അല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഉറങ്ങുന്ന സമയത്ത് അറിയാണ്ടാണ് നമ്മൾ ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുന്നതും CO2നെ വെളിയിലേക്ക് വിടുന്നതും. സോ ദാറ്റ് പ്രോസസ് ഇസ് ഇൻവോളണ്ടറി. വോളണ്ടറി എന്ന് പറഞ്ഞാൽ അത് പ്രോസസ്സസ് ദാറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ അവർ ഓൺ വിൽ. നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന പ്രോസസ്സിനെയാണ് വോളണ്ടറി എന്ന് പറയുക. ഇൻവോളണ്ടറി നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പ്രോസസ്സിനെയാണ് കേട്ടോ. ഇനി ഈ ബ്രീത്തിങ്ങിൽ ഒരു എനർജി പ്രൊഡക്ഷൻ നടക്കുന്നില്ല. നോ പ്രൊഡക്ഷൻ ഓഫ് എനർജി, നോ പ്രൊഡക്ഷൻ ഓഫ് ATP, നോ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? നോ ATP ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്രീത്തിങ്. ഓർത്തിരിക്കണം. ഇനി റെസ്പിറേഷന്റെ കേസസിലേക്ക് നമുക്ക് പോവാം. ബ്രീത്തിങ്ങിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആണ് റെസ്പിറേഷൻ. ബ്രീത്തിങ് ഒരു ഫിസിക്കൽ പ്രോസസ് ആണെങ്കിൽ റെസ്പിറേഷൻ കെമിക്കൽ പ്രോസസ്. എന്താ പറയാ? റെസ്പിറേഷൻ ഒരു കെമിക്കൽ പ്രോസസ് ആണ്. കെമിക്കൽ പ്രോസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട, എന്താണ് ഈ കെമിക്കൽ വരാൻ കാരണം? ഡോണ്ട് വറി, നമ്മള് ബ്രീത്തിങ്ങിൽ ഇൻടേക്ക് ചെയ്യുന്ന ഓക്സിജൻ ഇല്ലേ, ആ ഓക്സിജനെ റെസ്പിറേഷൻ ടൈമിൽ നമ്മൾ സെൽസിൽ കേട്ടോ, സെൽസിൽ എന്ത് ചെയ്യുന്ന അറിയാമോ? സെൽസിൽ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ആ ഓക്സിജനെ, ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. മനസ്സിലായോ? ആ പ്രോസസ്സിനാണ് റെസ്പിറേഷൻ എന്ന് പറയുക. Clear? So respiration is a chemical process, breaking down glucose to produce energy. Energy produce ചെയ്യാൻ വേണ്ടി ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്തെന്ന് പറയുക? റെസ്പിറേഷൻ എന്ന് പറയുക. ആൻഡ് ദാറ്റ് ഇസ് ഇൻവോളണ്ടറി. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കുകയാണ്, ഇന്ന് ഇനിയിപ്പോ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ നടക്കും. അത് നടക്കുന്നതുകൊണ്ടാണ് അതിൽ നിന്ന് ATP റിലീസ് ചെയ്ത് എനർജി കിട്ടുന്നത്, നമ്മൾ ഇത്ര ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നതും. സോ എനർജി ഇസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് റിലീസ്ഡ് ഇൻ ദ ഫോം ഓഫ് ATP. Clear? So ഡിഫറൻസ് മനസ്സിലാക്കണം. വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ബ്രീത്തിങ്ങും റെസ്പിറേഷനും തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. റെസ്പിറേഷൻ പല ടൈപ്സ് ഉണ്ട് മക്കളെ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. റെസ്പിറേഷനെ നമുക്ക് പല ടൈപ്പില് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ മെയിൻ ആയിട്ട് റെസ്പിറേഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് എയറോബിക് റെസ്പിറേഷനും അനേറോബിക് റെസ്പിറേഷനും. പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമായിരിക്കും. എയറോബിക് നമ്മുടെ പട്ടി സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഫൈറ്റർ ഫിഷ് ഉണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ്? ഫൈറ്റർ ഫിഷ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ഒരു പാർട്ട് ഉണ്ടല്ലേ, ഗിൽസ്, അതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടല്ലേ അവരെന്ത് ചെയ്യുന്നത്? ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുക. സോ ഇവിടെ ടീച്ചർ അറിയാതെ തന്നെ വേർഡ് പറഞ്ഞു പോയി. എന്താണ്? ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക? എയറോബിക് റെസ്പിറേഷൻ. ഇവിടെയോ അനേറോബിക് എന്തായിരിക്കും? നോ ഓക്സിജൻ, ഓക്സിജന്റെ ആബ്സെൻസിലാണ് എനേറോബിക് റെസ്പിറേഷൻ നടക്കുക. സോ റെസ്പിറേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ പ്രസൻസിലുള്ളതിനെ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നു. ഓക്സിജന്റെ ആബ്സെൻസിൽ, ഓക്സിജൻ വേണ്ടാതെ നടക്കുന്ന റെസ്പിറേഷൻ അനേറോബിക് എന്ന് പറയുന്നു. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. റെസ്പിറേഷൻ പ്രോസസ്സിൽ എന്താ ചെയ്യുക? ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്ത് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ് റെസ്പിറേഷൻ എന്ന് പറയുക. അപ്പൊ എങ്ങനെയായിരിക്കും അനേറോബിക് റെസ്പിറേഷനിൽ ഓക്സിജൻ ഇല്ലാതെ ഈ പ്രോസസ് നടക്കുക? നമുക്ക് നോക്കാം. ഇത്
എവിടെയൊക്കെ ഏതൊക്കെ ആളുകളുടെ ബോഡിയിലാണ് നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഹ്യൂമൻസ് നമ്മുടെ ബോഡിയിൽ എന്താണ് എയറോബിക് റെസ്പിറേഷൻ ആണ് കേട്ടോ. ആനിമൽസ് അവരുടെയൊക്കെ ബോഡിയിൽ മെയിൻലി എന്താ മക്കളെ വരിക എയറോബിക് റെസ്പിറേഷൻ ആണ് കേട്ടോ. അനേറോബിക് നടക്കുന്നത് എവിടെയാന്ന് നോക്കുകയാണെങ്കിൽ മെയിൻലി ഈസ്റ്റിൽ നടക്കുന്നുണ്ട്. ഈസ്റ്റ് കേട്ടിട്ടുണ്ടോ? ഈസ്റ്റ് ഒരു ഫംഗസ് ആണ്. ഈസ്റ്റ് ഇസ് എ ഫഞ്ചായി ഒരു യൂണിസെല്ലുലാർ ഫംഗസ് ആണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. അവരുടെ ബോഡിയിൽ അനേറോബിക് നടക്കുന്നുണ്ട്. അവർക്ക് ഓക്സിജൻ വേണ്ട. ഓക്സിജൻ വന്നാലും നീ പോ പുല്ലേ എന്ന് പറഞ്ഞിട്ട് ഓക്സിജൻ ഒഴിവാക്കി വിടും. പിന്നെ എവിടെയാ നടക്കുന്നത് നോക്കിക്കേ. ഈസ്റ്റിൽ മാത്രാണോ? അല്ല. നമ്മുടെ മസിൽ സെൽസില് ഹ്യൂമൻ ബീങ്സിന്റെ മസിൽ സെൽസിൽ എന്ത് നടക്കുന്നുണ്ട്? ഈ പറയുന്ന അനറോബിക് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മസിൽ സെൽസിൽ നടക്കുന്നുണ്ട്. ചില ബാക്ടീരിയാസിൽ നടക്കുന്നുണ്ട് കേട്ടോ. ചില ബാക്ടീരിയാസിൽ നടക്കുന്നുണ്ട്. സോ മക്കള് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന ഈസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം, വൈൻ ഉണ്ടാക്കാം, അതുപോലെ ദോശമാവ് പുളിപ്പിക്കാൻ എടുക്കാം അല്ലെ. സോ അതാണ് ടീച്ചർ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. സോ ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ രണ്ട് ടൈപ്പാ വരുന്നത്, എയറോബിക്കും അനേറോബിക്കും. എയറോബിക്കിന്റെ എക്സാമ്പിൾ പഠിക്കണം. ഓക്സിജന്റെ പ്രസൻസിലാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അനേറോബിക് ഓക്സിജന്റെ ആബ്സെൻസിലായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബാക്ടീരിയയില്, ഈസ്റ്റില്, ഹ്യൂമൻ ബീങ്സിന്റെ ബോഡിയിലും മസിൽ സെൽസിലും നടക്കുന്നുണ്ടെന്നും കൂടി എന്റെ കുട്ടികൾ അറിഞ്ഞു വെക്കണം. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. മുന്നോട്ട് പോകുമ്പോൾ ടീച്ചർ പറയാണ് എയറോബിക് അനേറോബിക് എങ്ങനെയാ നടക്കുക. ഓക്കെ, ഇവിടെ നല്ല വൃത്തിക്ക് ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. മക്കൾ എല്ലാവരും ഇങ്ങ് നോക്കിക്കേ. നമ്മൾക്കറിയാം എന്തായാലും റെസ്പിറേഷൻ പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾക്ക് എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ നമുക്ക് എന്ത് ചെയ്യണം? ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. ആരുടെ പ്രസൻസിലാണ് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടത്? ഓക്സിജന്റെ പ്രസൻസിലാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുക. അപ്പം ഈ പറയുന്ന, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ മക്കളെ, ഈ പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസ്പിറേഷൻ രണ്ടെണ്ണമായിട്ട് പറഞ്ഞില്ലേ, എയറോബിക്കും അനേറോബിക്കും, അതിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നോക്കിക്കോളൂ, റെസ്പിറേഷന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ് എയറോബിക്കിന്റെയും അനേറോബിക്കിന്റെയും. എവിടെ ഇത് നടക്കുന്നത് എന്ന് വെക്കുകയാണെങ്കിൽ, എവിടെയാണ് ഈ പ്രോസസ്സുകൾ നടക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ, സെല്ലുലാർ റെസ്പിറേഷൻ എന്നൊരു പേരും കൂടി റെസ്പിറേഷൻ ഉണ്ട്. സോ അത് എവിടെയായിരിക്കും? സെല്ലിലായിരിക്കും നടക്കുന്നുണ്ടാവുക. സെല്ലില് സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ഭാഗത്തും അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഭാഗത്തുമായിട്ടാണ് എന്ത് നടക്കുക? ഈ പറയുന്ന റെസ്പിറേഷൻ നടക്കുക. ഓക്കെ, സൈറ്റോപ്ലാസത്തിലും മൈറ്റോകോൺട്രിയയിലാണ് റെസ്പിറേഷൻ നടക്കുക. ഓക്കെ, സൈറ്റോപ്ലാസത്തിലും മൈറ്റോകോൺട്രിയയിലും നിങ്ങൾ നോക്കിയിരിക്കേണ്ട കാര്യം അതാണ്. സോ സൈറ്റോപ്ലാസത്തിലാണ് ഫസ്റ്റ് പ്രോസസ്സ്. റെസ്പിറേഷൻ രണ്ട് ഘട്ടങ്ങളായിട്ട്, രണ്ട് സ്റ്റെപ്സ് ആയിട്ടാണ് കടന്നു പോവുക. ഫസ്റ്റ് പ്രോസസ്സ് എയറോബിക്കിന്റെ അനേറോബിക്കിന്റെയും നടക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് അറിയാമോ? സൈറ്റോപ്ലാസത്തിലാണ്. ഓക്കെ ഓക്കെ, എയറോബിക്കും അനേറോബിക്കും, എയറോബിക് ആയിക്കോട്ടെ അനേറോബിക് ആയിക്കോട്ടെ, രണ്ടിന്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് മക്കളെ? രണ്ടിന്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി എയറോബിക്കിന്റെ മാത്രം സെക്കൻഡ് സ്റ്റെപ്പ് എവിടെയാണ് നടക്കുന്നതെന്ന് അറിയാമോ? മൈറ്റോകോൺട്രിയയിലാണ്. അനേറോബിക്കിന്റെ അതും സൈറ്റോപ്ലാസത്തിൽ തന്നെയാണ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ടീച്ചർ ഈ ഒരു ഇമേജിലേക്ക് മൂവ് ചെയ്യാണ്. സോ നോക്കിക്കോളൂ, ഫസ്റ്റ് കാര്യം എന്താ പറയുന്നത് നോക്കിക്കോളൂ. ഗ്ലൂക്കോസിനെ നമ്മൾ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്തു? ഗ്ലൂക്കോസ് നിങ്ങൾക്ക് അറിയാം 6 കാർബൺ കോമ്പൗണ്ട് ആണ് എന്തെന്ന് പറയാ? ഗ്ലൂക്കോസ് എന്ന് പറയാ. C6H12O6 ഇതല്ലേ ഗ്ലൂക്കോസിന്റെ ഫോർമുല? 6 കാർബൺ കോമ്പൗണ്ട് ആണ് എന്തെന്ന് പറയാ? ഗ്ലൂക്കോസ് എന്ന് പറയാ. സോ ആ ഗ്ലൂക്കോസിനെ നമുക്ക് എന്തായിട്ടാ ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ടത് നോക്കിക്കേ. ഗ്ലൂക്കോസിനെ എന്തായിട്ടാ കൺവേർട്ട് ചെയ്യേണ്ടത്? ഗ്ലൂക്കോസിനെ നമുക്ക് പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. പൈറുവേറ്റ് എന്ന് പറയുന്നത് 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ഓക്കെ, പൈറുവേറ്റ് എന്ന് പറയുന്നത് 3 കാർബൺ കോമ്പൗണ്ട് ആണ്. C3H4O3. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്തിനാ പറയുക? പൈറുവേറ്റിനെ പറയുക. ഓക്കെ, നോക്കി വെക്കുക. പൈറുവേറ്റിന് ഈ ഒരു ഫോർമുലയാണ് നമ്മൾ പറയുക. സോ നമ്മളിവിടെ നിങ്ങൾ ഫോർമുലാസും കാര്യങ്ങളൊന്നും പഠിക്കണ്ട. 6 കാർബൺ ഗ്ലൂക്കോസിനെ 3 കാർബൺ പൈറുവേറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു, ബ്രേക്ക് ഡൗൺ ചെയ്യാന്നല്ലേ നമ്മൾ പറയാം. അതിന് ഓക്സിജന്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് ഇവിടെ നോക്കുന്നില്ല. സോ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഒരു പേര് വിളിക്കും. ഈ ഒരു പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോലൈസിസ്. എന്താ വിളിക്കുക മക്കളെ? ഗ്ലൈക്കോലൈസിസ് എന്നാണ് പറയുക. ഗ്ലൈക്കോലൈസിസ്. സോ റെസ്പിറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ ടീച്ചർ പറഞ്ഞു തന്നെ? റെസ്പിറേഷൻ അറോബിക് ആയിക്കോട്ടെ അനറോബിക് ആയിക്കോട്ടെ, രണ്ടിന്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൈക്കോലൈസിസ് ആണ്. ഇതില് ഗ്ലൈക്കോലൈസിസിൽ ഓക്സിജന്റെ ആവശ്യമില്ല. നോ നീഡ് ഓഫ് ഓക്സിജൻ ആണ്. ഓക്സിജൻ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് എയറോബിക്കിനും അനോറോബിക്കിനും ഇത് സെയിം ആയിട്ട് വരുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? ഈ ഒരു സ്റ്റെപ്പിൽ ഗ്ലൂക്കോസിനെ നമ്മൾ എന്തായിട്ടാ കൺവേർട്ട് ചെയ്യുന്നത്? പൈറുവേറ്റ് ആയിട്ട്
കൺവേർട്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? യെസ്. ഇനിയാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരിക. എയറോബിക്കിനും അനേറോബിക്കിനും സെപ്പറേറ്റ് ആയിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് വരിക. ഇനി എയറോബിക്കിന്റെ കേസിലാണെങ്കിൽ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എയറോബിക്കിന്റെ കേസിലാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ, എയറോബിക്കിൽ ഇപ്പൊ എന്തായിട്ടാ നിൽക്കുന്നത്? പൈറുവേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ എയറോബിക്കിൽ ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ ആ പൈറുവേറ്റിനെ, പൈറുവേറ്റ് ഒരു 3 കാർബൺ കോമ്പൗണ്ട് അല്ലേ? പൈറുവേറ്റിനെ നമുക്ക് ഇവിടെ ഇമേജ് കാണുന്ന പോലെ കാർബൺ ഡയോക്സൈഡ് CO2വും വാട്ടറും എനർജിയും, എനർജി എന്ന് പറയുമ്പോൾ ATPയുടെ രൂപത്തിലാണ്, എനർജി ആയിട്ട് എന്ത് ചെയ്യണം? എനർജി ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഓക്കെ, ഇത് എന്തിന്റെ പ്രസൻസിലാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്ന പ്രോസസ് ആണ്. സോ നോക്കിക്കോളൂ, എയറോബിക്കിന്റെ സെക്കൻഡ് സ്റ്റെപ്പിലാണ് ഓക്സിജന്റെ പ്രസൻസ് വരുന്നത്. ക്ലിയർ ആണല്ലോ? എന്തായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു? ആ പൈറുവേറ്റിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? കാർബൺ ഡയോക്സൈഡ്, വാട്ടർ പ്ലസ് എനർജി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇസ് ഇറ്റ് ക്ലിയർ മക്കളെ? യെസ്. ഈ പ്രോസസ് എവിടെയാണ് നടക്കുന്നത്? വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പ്രോസസ് എവിടെയാണ് നടക്കുന്നതെന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് ഹാപ്പൻസ് ഇൻസൈഡ് ദ മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയയുടെ ഉള്ളിലാണ് നടക്കുക. കഴിഞ്ഞോ? അപ്പൊ എയറോബിക്കിനും അനേറോബിക്കിനും ഫസ്റ്റ് സ്റ്റെപ്പ് സെയിം ആണ്. ഗ്ലൈക്കോലൈസിസ് സെയിം. അത് രണ്ടും നടക്കുന്നത്, രണ്ടിലും നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. ഇനി എയറോബിക്കിന്റെ കേസിൽ മൈറ്റോകോൺഡ്രിയയിലേക്ക് പിന്നെ മൂവ് ചെയ്തു. അവിടെ എന്ത് ചെയ്തു? പൈറുവേറ്റിനെ കാർബൺ ഡയോക്സൈഡും വാട്ടറും എനർജി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അവിടെ ഓക്സിജന്റെ പ്രസൻസും കൂടി ആവശ്യമായിരുന്നു. അത് നടന്നത് മൈറ്റോകോൺഡ്രിയയിലുമാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എനേറോബിക്കിലേക്ക്, ടീച്ചർ ഇത് മാറ്റുവാണ്. ഇനി ടീച്ചർ മുന്നോട്ട് പോകുമ്പോൾ അനേറോബിക്കിലേക്കാണ് പോവുക. ഗ്ലൈക്കോലൈസിസ് അനേറോബിക്കിനും ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൈക്കോലൈസിസ് തന്നെയാണ്. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ അനേറോബിക്കിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. അനേറോബിക്കിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. എന്താ സംഭവിക്കുക? യെസ്, ഇവിടെ നമ്മൾ അനേറോബിക്കിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ 6 കാർബൺ കോമ്പൗണ്ട് ഉള്ള ഗ്ലൂക്കോസിനെ 3 കാർബൺ കോമ്പൗണ്ട് ഉള്ള പൈറുവേറ്റ് ആയിട്ട് മാറ്റി. ഇനി ഇവിടെ ഓക്സിജൻ ഇസ് ആബ്സെന്റ്. അപ്പൊ ഇനി നമുക്ക് പൈറുവേറ്റിനെ ഓക്സിജന്റെ അബ്സെൻസിൽ എന്ത് ചെയ്യാൻ പറ്റും? പൈറുവേറ്റ്. ഓക്കെ, ഓക്കെ. പൈറുവേറ്റിനെ ഓക്സിജന്റെ ആബ്സെൻസിൽ എന്തായിട്ട് മാറ്റാൻ പറ്റും? അത് പലതിലും നടക്കുന്നത് പല ടൈപ്പാണ്. ഈസ്റ്റിലാണെങ്കിൽ, ഇൻ ഈസ്റ്റ്, നിങ്ങൾ ഇവിടെ നോക്കേണ്ട കാര്യം, ഈസ്റ്റിലാണെങ്കിൽ, ഇൻ ഈസ്റ്റിലാണ് ഈ പ്രോസസ് നടക്കുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞില്ല അനേറോബിക് പല പല ആളുകളിലാണ് നടക്കുക. അപ്പൊ ഇൻ ഈസ്റ്റിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. ഈസ്റ്റിലാണെങ്കിൽ എന്താ സംഭവിക്കുക? പൈറുവേറ്റിനെ എഥനോൾ ആക്കും. എഥനോൾ കൈൻഡ് ഓഫ് ആൽക്കഹോൾ അല്ലെ? എഥനോളും അതിന്റെ കൂടെ കാർബൺ ഡയോക്സൈഡും അതിന്റെ കൂടെ ലിറ്റിൽ എമൗണ്ട് ഓഫ് എനർജിയും കൂടി പ്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ്റ്റിലാണെങ്കിൽ അനേറോബിക് റെസ്പിറേഷൻ. ഇനി നമ്മുടെ മസിൽ സെൽസിലാണെങ്കിലോ, ഇൻ അവർ മസിൽ സെൽസ്. ഓക്കെ, നോക്കിക്കോളൂ. ഇൻ അവർ മസിൽ സെൽസ്, നമ്മുടെ മസിൽ സെൽസിലാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ സെയിം പൈറുവേറ്റിനെ, പലയിടത്തും പലതാണ് നടക്കുക, ഈ സെയിം പൈറുവേറ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നോക്കിക്കേ. പൈറുവേറ്റിനെ ലാക്ടിക് ആസിഡും അതുപോലെ തന്നെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. നിങ്ങൾ ഗ്രൗണ്ടിലൊക്കെ കുറെ നേരം ഓടി കളിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കാലിനൊക്കെ നല്ല വേദന വരില്ലേ? അപ്പൊ നിങ്ങൾ കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്കുമ്പോൾ അത് ഓക്കെയാ. അത് ആക്ച്വലി നിങ്ങളുടെ മസിൽ സെൽസ്, നിങ്ങൾ ഒരുപാട് എനർജി യൂട്ടിലൈസ് ചെയ്തപ്പോൾ, ഒരുപാട് ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്ത സമയത്ത് ഓക്സിജൻ ഇല്ലാതെ റെസ്പിറേഷൻ നടത്തി ലാക്ടിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പെയിൻ വന്നിട്ട്, അതിനെ നമ്മൾ മസിൽ ഫറ്റീഗ് എന്നാണ് ആ കണ്ടീഷനൊക്കെ വിളിക്കുക. സോ നോക്കി വെക്കണം മക്കളെ. ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. പൈറുവേറ്റ് എന്തായിട്ട് റെഡ്യൂസ് ചെയ്തു അനോറോബിക് റെസ്പിറേഷന്റെ ഭാഗമായിട്ട്? മസിൽ സെല്ലിലാണെങ്കിൽ അത് ലാക്ടിക് ആസിഡും എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്ത് പോയത്. അതുപോലെ തന്നെ ഈസ്റ്റിലാണെങ്കിൽ അത് എഥനോളും കാർബൺ ഡയോക്സൈഡും എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്തത്. ഇനി നമുക്കൊരു കമ്പാരിസണിലേക്കാണ് പോകുന്നത്. അതായത് എൻഡ് പ്രോഡക്ട്സ്, എയറോബിക്കിന്റെ അനേറോബിക്കിന്റെ എൻഡ് പ്രോഡക്ട്സ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? എങ്ങനെയാന്ന് നോക്കി. എയറോബിക്കിന്റെ അനേറോബിക്കിന്റെ എൻഡ് പ്രോഡക്ട്സ്, എയറോബിക്കിന്റെ കേസിൽ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടന്നു. ഗ്ലൂക്കോസിനെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടന്നു. നമ്മൾ മാക്സിമം എനർജി മോളിക്യൂൾ അവിടെ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടന്നിട്ടുണ്ട്. അനേറോബിക്കിന്റെ കേസിൽ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടന്നു. ഓക്സിജൻ ഇല്ലാതെ കംപ്ലീറ്റ് കാര്യം നടക്കുമോ? ഇല്ല. സോ പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. പിന്നെ എയറോബിക്കിന്റെ കേസിൽ ടോട്ടൽ 38 ATP, 38 ATP, ഓർക്കണം 38 ATP ആണ് ഫോം ചെയ്തത്. അനേറോബിക്കിന്റെ കേസിലോ 2 ATP. വ്യത്യാസം കണ്ടോ? 2 ATP. സോ എവിടെയാ എനർജി കൂടുതൽ ഫോം ചെയ്തത്? ഏതിലാണ്? എനർജി കറൻസി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എവിടെയാ കൂടുതൽ വന്നേ? എയറോബിക് റെസ്പിറേഷനിലാണ് കൂടുതൽ ഫോം ചെയ്തത്. സോ എയറോബിക് ആണോ അനേറോബിക് ആണോ ബെറ്റർ? എയറോബിക് ആണ്. കാരണം നമുക്ക് എപ്പോഴും എനർജി അല്ലേ കൂടുതൽ വേണ്ടത്.
സോ ലെസ് എനർജി ആണ് അനറോബിക്കിൽ പ്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. ഇനി എയറോബിക് എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസത്തിലും മൈറ്റോകോൺഡ്രിയയിലും ആയിട്ടാണ് നടന്നത്. അനറോബിക് ആണെങ്കിലോ സൈറ്റോപ്ലാസം ഒക്കേഴ്സ് ഇൻ സൈറ്റോപ്ലാസം ഓഫ് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലാണ് അത് നടന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? അപ്പം ബ്രീത്തിങ്ങും റെസ്പിറേഷനും ഡിഫറെന്റ് ആണ്. ആ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ പ്രസൻസിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ്. അത് ഓക്സിജൻ ഇല്ലാതെ നടക്കുന്നുണ്ട്. അത് രണ്ട് ടൈപ്പിൽ പറയുന്നു, അനറോബിക്കും എയറോബിക്കും റെസ്പിറേഷൻ. ഓക്സിജന്റെ പ്രസൻസിലാണെങ്കിൽ എയറോബിക് റെസ്പിറേഷൻ, ഓക്സിജന്റെ ആബ്സെൻസിലാണെങ്കിലോ അനറോബിക് റെസ്പിറേഷൻ. പിന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മൾ എയറോബിക് റെസ്പിറേഷൻ ആണ്. ഹ്യൂമൻസ് എന്ന് പറയുന്നത്, നമ്മളെന്ന് പറയുന്നത് എന്താണ്? എയറോബിക് റെസ്പിറേഷൻ ആണ്. സോ നമ്മുടെ റെസ്പിറേറ്ററി പാത്ത് വേ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് നമ്മളുടെ ശ്വാസം ഇറങ്ങി പോവുക? എല്ലാവരും ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്തേ. ബ്രീത്ത് ഇൻ. യെസ് യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം നമ്മുടെ മൂക്കിന്റെ രണ്ട് ദ്വാരങ്ങൾ അല്ലേ? യെസ്, മൂക്കിന്റെ രണ്ട് അത് കണ്ടപ്പോ പഞ്ഞി വെച്ചിട്ടുള്ള പോലെ ഉണ്ട്. ഓക്കെ, നോക്കിക്കോളൂ. മൂക്കിന്റെ രണ്ട് ദ്വാരങ്ങൾ. ഈ ദ്വാരങ്ങളിൽ കൂടെ നമ്മൾ ഓക്സിജൻ ആണ് ഉള്ളിലേക്ക് എടുക്കുക. സോ ഈ ദ്വാരങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോസ്ട്രിൽ. എന്താ മക്കളെ വിളിക്കുക? നോസ്ട്രിൽ. നോസ്ട്രിൽ. മൂക്കിന്റെ രണ്ട് ദ്വാരങ്ങളെ നമ്മൾ നോസ്ട്രിൽ എന്നാ വിളിക്കുക. അത് കഴിഞ്ഞിട്ട് ഓക്സിജൻ എൻ്റർ ചെയ്യുന്ന ഈ ഒരു പാത്ത് വേ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം, അത് നേസൽ പാസേജ്, അത് ചെന്ന് എൻഡ് ചെയ്യുന്നത് നേസൽ ക്യാവിറ്റിയിലാണ്. നേസൽ ക്യാവിറ്റി. സോ ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് നോസ്ട്രിൽ ആണ്. സെക്കൻഡ് വരുന്നത് നേസൽ ക്യാവിറ്റി നമുക്ക് പറയാം. മൂന്നാമത് ഇതുപോലെ ഒരു കുഴൽ നിങ്ങൾ കഴുത്തിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ടക്ക് ടക്ക് ഫീൽ വരും അല്ലെ? ഇതിനെ നമ്മൾ ട്രക്കിയ എന്നാണ് പറയാ. സോ ഇതാണ് നിങ്ങളുടെ ട്രക്കിയ എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നതാണ് ട്രക്കിയ, ഈ ഒരു കുഴൽ, ട്രക്കിയ. ഓക്കെ, ട്രക്കിയനെ കാർട്ടിലേജ് കൊണ്ടുള്ള റിംഗ് വെച്ചിട്ടുള്ള കവറിംഗ് ഉണ്ട്. അത് ട്രക്കിയ കൊളാപ്സ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ റിംഗ് വെച്ചിട്ടുള്ള ഒരു കവറിംഗ് ഉണ്ട്. നമ്മൾ ഈ കഴുത്തിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴേ ടക്ക് ടക്ക് എന്ന് ഫീൽ ചെയ്യുന്നത് ഈ കാർട്ടിലേജിനസ് റിംഗ് ആണ് കേട്ടോ. എഗെയിൻ നമുക്ക് നോക്കിയാൽ അറിയാം ഈ ട്രക്കിയ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ബ്രാഞ്ചസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രോങ്കായി. എന്താ വിളിക്കുക? ബ്രോങ്കായി. പിന്നെ ബ്രോങ്കൈ ഇവിടെ ചെന്നാൽ കാണാം വീണ്ടും ബ്രാഞ്ചുകളായിട്ട് ബ്രോങ്കൈ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ വീണ്ടും ബ്രാഞ്ചസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ബ്രോങ്കിയോൾ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ബ്രോങ്കിയോൾ എന്ന് വിളിക്കുക. ബ്രോങ്കിയോൾ വന്ന് എൻഡിയർലി എയർ സാക്സ് ഉണ്ടല്ലോ, ഈ ഇലാസ്റ്റിക് ആയുള്ള സ്ട്രക്ചർ, ഇവരുടെ പേരാണ് ആൽവിയോലൈ എന്ന് പറയുന്നത്. സോ മക്കളെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. റെസ്പിറേറ്ററി പാത്വേ, റെസ്പിറേറ്ററി പാത്വേ അത് ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോകണം. ആദ്യം ആരാ വരുന്നേ? ആദ്യം വരുന്നയാള് നോസ്ട്രിൽ. നോസ്ട്രിൽ കഴിഞ്ഞ ആര് വരും? നേസൽ ക്യാവിറ്റി. നേസൽ ക്യാവിറ്റി. നേസൽ ക്യാവിറ്റി കഴിഞ്ഞാലോ പിന്നെ വരുന്നത് ട്രക്കിയ. ട്രക്കിയ കഴിഞ്ഞാൽ പിന്നെ ആര് വരും മക്കളെ? ബ്രോങ്കൈ. ബ്രോങ്കൈ. ബ്രോങ്കൈ കഴിഞ്ഞാലോ ബ്രോങ്കിയോൽ. ഓക്കെ, ബ്രോങ്കിയോൾ. ബ്രോങ്കിയോൾ കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന ആളാണ് ആൽവിയോലൈ. ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് മാൻഡേറ്ററി ആണ്, റെസ്പിറേറ്ററി പാത്വേ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. അതായത് ഈ പാത്വേ ഒക്കെ നമ്മളിപ്പോ പഠിച്ചു, ക്ലിയർ ആയി, ഇതെല്ലാം മക്കൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ നോക്കുന്നു ഓക്സിജൻ എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടക്കുക, എങ്ങനെയാണ് ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കുക. അത് വളരെ 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 സിമ്പിൾ ആണ് പഠിക്കാനായിട്ട്. നമുക്ക് ഇത്ര ഡിഫിക്കൽട്ടി ഒന്നും ഫീൽ ചെയ്യത്തില്ല. എങ്ങനെയാന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓക്സിജൻ നിങ്ങൾ O2 ആണ് ഇൻടേക്ക് ചെയ്യുന്നത് അല്ലെ? വെളിയിലേക്ക് വിടുന്നത് ആരെയാണ്? CO2നെയാണ് വെളിയിലേക്ക് വിടുക. സോ നിങ്ങൾ O2 ഇൻടേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രോസസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഇസ് ഡിഫ്യൂഷൻ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ആ ഒരു ടേം, ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്താ മക്കളെ? മോളിക്യൂൾസ് കോൺസെൻട്രേഷൻ കൂടിയിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് മൂവ് ചെയ്യും. ഇപ്പൊ നിങ്ങളൊരു ക്ലാസ്സിൽ ചെല്ലുമ്പം നിങ്ങളുടെ ടീച്ചർ സ്പ്രേ അടിച്ചിട്ടാണ് വന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. ടീച്ചർ ക്ലാസ്സിന്റെ ലെക്ചർ സ്റ്റാൻഡിൽ നിൽക്കുന്നു, നിങ്ങൾ അങ്ങറ്റത്ത് കോർണറിൽ ഇരിക്കുന്നു. ടീച്ചറുടെ സ്പ്രേയുടെ അല്ലെങ്കിൽ ആ ഒരു പെർഫ്യൂമിന്റെ സ്മെല്ല് നിങ്ങൾക്ക് ഇങ്ങിട്ടിരിക്കുന്ന കുട്ടികൾക്ക് വരെ കിട്ടും. അതെങ്ങനെയാണ്? ടീച്ചർ ഇതാണെന്ന് വിചാരിക്കുക, ടീച്ചർ ഇതാണ്. അപ്പൊ സ്പ്രേയുടെ ഫ്രാഗ്രൻസിന്റെ മോളിക്യൂൾസ് ടീച്ചറിന്റെ അടുത്താണ് എന്തുണ്ടായിരുന്നത്? കൂടുതലായിട്ട് ടീച്ചറിന്റെ അടുത്താണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഓക്കെ, ടീച്ചറുടെ അടുത്താണ് ഫ്രാഗ്രൻസിന്റെ മോളിക്യൂൾസ് കൂടുതൽ ഉണ്ടായിരുന്നത്. ഇത് നിങ്ങൾ കുട്ടിയാണ്, ഓക്കെ, കുട്ടിയാണ്. കുട്ടിയുടെ അടുത്ത് ഈ ഫ്രാഗ്രൻസിന്റെ മോളിക്യൂൾ ഉണ്ടോ? ഇല്ല. മോളിക്യൂൾസ് എപ്പോഴും എന്താണ്? കോൺസെൻട്രേഷൻ കൂടിയിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് മൂവ് ചെയ്യും. സോ ഈ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. അപ്പൊ ഈ ഒരു മോളിക്യൂൾസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു പോകും. അതുകൊണ്ടാണ് കുട്ടികൾക്കും ആ സ്മെല്ല് കിട്ടിയത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഡിഫ്യൂഷൻ എന്നാണ് പറയുക. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ടീച്ചർ എന്തിനാ ഈ സ്പ്രേയുടെ കാര്യമൊക്കെ ഇവിടെ പറയാ? ഡിഫ്യൂഷൻ ഇവിടെ എന്താ ആവശ്യം? ഡിഫ്യൂഷൻ ഇവിടെ കാര്യമുണ്ട്, അതുകൊണ്ടാണ് ടീച്ചർ പറയാ. നോക്കി വെച്ചോളൂ കേട്ടോ. സോ നമ്മൾ ഓക്സിജൻ ഇൻടേക്ക് ചെയ്ത സമയത്ത് നമ്മളുടെ ആൽവിയോളയിലാണ് വന്ന് അവസാനം ഓക്സിജൻ നിൽക്കുക. സോ ഇത് നമ്മുടെ ആൽവിയോളൈനാണ് എന്റെ മക്കൾ കൺസിഡർ ചെയ്യുക. നമ്മുടെ ആൽവിയോളൈ ആണ്. ഈ ആൽവിയോളയിലാണ് ഓക്സിജന്റെ എമൗണ്ട് ഹൈ ആയിട്ടുള്ളത് കേട്ടോ. ഹൈ ഓക്സിജൻ ഉള്ളത് എവിടെയാണ്? ഈ പറയുന്ന ആൽവിയോളയിലാണ്. ആൽവിയോളൈനെ
ചുറ്റി ആരുണ്ടെന്നറിയാമോ? ബ്ലഡ് കാപ്പിലറീസ് പോകുന്നുണ്ട്. ആൽവിയോളൈനെ ചുറ്റി ബ്ലഡ് കാപ്പിലറീസ് പോകുന്നുണ്ട്. സോ നമ്മൾ ഈ ആൽവിയോളൈനെയും ബ്ലഡ് കാപ്പിലറീനെ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഓക്സിജന്റെ എമൗണ്ട് എവിടെയാ മക്കളെ ഏറ്റവും കൂടുതൽ? ഹൈ ഓക്സിജൻ ഉള്ളത് ആൽവിയോളയിലും ബ്ലഡ് കാപ്പിലറിയിൽ എങ്ങനെയാണ്? ലോ ഓക്സിജനും ആണ്. അപ്പൊ ടീച്ചർ ആദ്യമേ പറഞ്ഞു ഡിഫ്യൂഷൻ വഴി എന്ത് ചെയ്യുന്നു? ഹൈ ടു ലോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു. സോ ഓക്സിജൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. നിങ്ങൾക്കറിയാം നമ്മളെ ബ്ലഡ് കാപ്പിലറിയിൽ ബ്ലഡ് സെൽസ് ആർ ബി സിയിൽ ആരുണ്ട്? ഹീമോഗ്ലോബിൻ ഉണ്ട്. HB ഹീമോഗ്ലോബിൻ ഉണ്ട്. സോ ഈ പറയുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നത് അറിയാമോ? ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ബ്ലഡിൽ കൂടെ ട്രാവൽ ചെയ്ത് പോവുക. എന്നിട്ട് ഇവർക്ക് ആവശ്യമുള്ള സെല്ലിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു? പതിയെ ഓക്സിജൻ ഹീമോഗ്ലോബിനെ തേച്ചിട്ട് എന്ത് തോന്നുന്നു? ടിഷ്യൂസിലേക്ക്, ഏത് ടിഷ്യൂസിനാണോ ഓക്സിജന്റെ നീഡ് ഉള്ളത് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നു. ക്ലിയർ ആണോ? ആ ടിഷ്യൂസ് എന്ത് ചെയ്യുന്നു? ഈ ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്ത് അവർക്ക് ചെയ്യാനുള്ള വർക്കൊക്കെ ചെയ്തിട്ട് വേസ്റ്റ് ആയിട്ട് എന്താ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വേസ്റ്റ് ആയിട്ട് അവര് CO2 കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ കാർബൺ ഡയോക്സൈഡ് നേരെ തിരിച്ച് ബ്ലഡ് കാപ്പിലറിയിലേക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, ബ്ലഡ് കാപ്പിലറിയിൽ ഇപ്പൊ കാർബൺ ഡയോക്സൈഡിന്റെ എമൗണ്ട് എങ്ങനെയാണ്? ഹൈ CO2 ആണ് ബ്ലഡ് കാപ്പിലറിയിൽ ഉള്ളത്. ആൽവിയോളയിലോ ലോ CO2 ആണ് ഉള്ളത്. സോ എഗെയിൻ ഡിഫ്യൂഷൻ വഴി എന്ത് ചെയ്യുന്നു? CO2 നേരെ തിരിച്ച് ആൽവിയോളയിലേക്ക് എൻ്റർ ചെയ്ത് പോകുന്നു. ക്ലിയർ ആണോ? സോ ഈ പറയുന്ന കാർബൺ ഡയോക്സൈഡ് ആണെങ്കിലും ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് കാർബാമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടാണ് പോവുക കേട്ടോ. നിങ്ങൾ ഓക്സിജനും ഹീമോഗ്ലോബിന്റെയും ബൈൻഡിങ്ങിനെ ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് വിളിച്ചതുകൊണ്ട് കാർബൺ ഡയോക്സൈഡിന്റെയും ഹീമോഗ്ലോബിന്റെയും ബൈൻഡിങ്ങിനെ നിങ്ങൾ കാർബോക്സി എന്ന് പറയാൻ പാടില്ല. കാർബോക്സി എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ്, സിഒയും ഹീമോഗ്ലോബിനും ആണെങ്കിലാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ വരിക. ഇത് കാർബാമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടാണ് പോവുക. ക്ലിയർ ആണോ? എന്നിട്ട് ആൽവിയോളയുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു? കാർബൺ ഡയോക്സൈഡ് ഹീമോഗ്ലോബിനെ തേച്ചിട്ട് നേരെ ആൽവിയോളയിലേക്ക് ഡിഫ്യൂഷൻ വഴി എൻ്റർ ചെയ്ത് നമ്മളത് നേരെ തിരിച്ച് വെളിയിലേക്ക് വിടുന്നു. ആ ഒരു പ്രോസസ്സാണ് നടക്കുക. സോ റെസ്പിറേറ്ററി പാത്വേയും ആൽവിയോളയിൽ വരുന്ന ഗേഷ്യസ് എക്സ്ചേഞ്ചും അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ് ഡിഫ്യൂഷനും നിങ്ങൾ മറക്കാൻ പാടില്ല. ഡിഫ്യൂഷൻ ഒരു ഇക്വേഷൻ അല്ല മക്കളെ, ഒരു ഡെഫിനിഷൻ ഒക്കെ പഠിച്ചു വെക്കണം. ഡിഫ്യൂഷൻ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നോക്കാം ബ്രീത്തിങ് പ്രോസസ്. നമ്മൾ റെസ്പിറേഷൻ അവിടെ വിട്ടു. ഇനി ബ്രീത്തിങ് പ്രോസസ് ചെയ്യുമ്പം നമ്മുടെ തൊറാസിക് ക്യാവിറ്റി ഉണ്ടല്ലോ, നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാ വരിക? ഇത് നിങ്ങൾക്ക് സിംപ്ലി അറിയാവുന്ന കാര്യമാണ്. ടീച്ചർ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിന്റെ ഭാഗത്ത് കൈ വെക്കണം. ബ്രീത്ത് ഇൻ എവരി വൺ. നെഞ്ചിൽ കൈ വെച്ച് ബ്രീത്ത് ഇൻ. യെസ്, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഇപ്പൊ ഈ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് നെഞ്ചിന്റെ ഭാഗത്ത് കുറെ മാറ്റങ്ങൾ തോന്നിക്കാണും. ഒന്നാമത്തെന്ന് പറയുന്നത് ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ, ഇൻഹേലേഷൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? എയർ എൻറ്ററിങ് ലങ്സ്, നമ്മുടെ ഉള്ളിലേക്ക് എയർ എൻ്റർ ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഫസ്റ്റ് നടക്കുന്നതെന്ന് നോക്കാം. ഈ എയർ എൻ്റർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം? അതായത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്തപ്പോൾ തോന്നിക്കാണും നിങ്ങളുടെ നെഞ്ചു പതിയെ ഉയർന്നു വരുന്ന പോലെ, അപ്വേർഡ് മൂവ്മെന്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കാണും അല്ലെ? അതായത് നിങ്ങളുടെ തൊറാസിക് ക്യാവിറ്റിയിലെ റിബ്സ് കണക്ട് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിന്റെ പേരാണ് സ്റ്റേണം. സോ സ്റ്റേണവും പതിയെ ഒന്ന് ഉയർന്നതായിട്ട്, റേസ് ചെയ്തതായിട്ട് അപ്വാർഡ് മൂവ്മെന്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം എന്ത് ചെയ്യും? കൂടും. നിങ്ങളുടെ നെഞ്ചിന്റെ ഭാഗം വിരിഞ്ഞു നിൽക്കും, സ്പേസ് കൂടും. എന്നാലല്ലേ മാക്സിമം ഓക്സിജൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിങ്ങളുടെ ലങ്സ് ആണ് വിചാരിക്കുക. ഇത് നിങ്ങളുടെ ലങ്സ് ആണ്. ഈ ലങ്സിന്റെ അടിയിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടോ? ഇതിന്റെ പേരാണ് ഡയഫ്രം എന്നാണ് കേട്ടോ പറയാ. നോർമലി ഈ ഡയഫ്രം ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നോർമലി ഈ ഡയഫ്രം ഇതുപോലെ പൊന്തിയായിരിക്കുക. ഓക്കെ, ഇതില് ഇൻഹലേഷൻ സമയത്ത് ഡയഫ്രം ഇതുപോലെ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്ത് വരുന്നു, കുറച്ച് വികസിച്ച് ഇതുപോലെ കോൺട്രാക്ട് ചെയ്തു. നോർമലി ഡയഫ്രം ഇങ്ങനെയാണ് ഇരിക്കുക. പക്ഷെ ഈ പറയുന്ന ഇൻഹലേഷൻ സമയത്ത് എന്ത് ചെയ്യുന്നു അറിയാമോ? ഇൻഹേലേഷൻ സമയത്ത് ഈ ഡയഫ്രം ഈ ഇരുന്ന, നോക്കിക്കോളൂ, ഈ ഇരുന്ന കണ്ടീഷനേക്കാൾ ഇങ്ങനെയായിട്ട് മാറുന്നു. ഇതിൽ നിന്ന് ഇതിലേക്ക് മൂവ് ചെയ്യുന്നു. അതെന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട്. എന്നാലല്ലേ മാക്സിമം ഓക്സിജൻ ഇൻടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, നിങ്ങൾ ഓർത്തിരിക്കുക. സോ എന്തൊക്കെയാണ് ഇൻഹേൽ ചെയ്യുമ്പോൾ നടക്കുന്ന മാറ്റങ്ങളെന്ന് നിങ്ങൾ വിചാരിച്ച് ചിന്തിച്ചു വെച്ചോളൂ. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? റിബ്സും സ്റ്റേണവും റേസ് ചെയ്യും. തൊറാസിക് ക്യാവിറ്റി ഒന്ന് അപ്വേർഡ് മൂവ് ചെയ്യുന്ന പോലെ തോന്നും. വോളിയം കൂടും, സ്പേസ് കൂടും, പ്രഷർ കുറയും. ഓക്കെ, അതുപോലെ ഡയഫ്രം ഇതുപോലെ കോൺട്രാക്ട് ചെയ്തിരിക്കും. ഓക്കെ, ഇനി എക്സൈൽ ചെയ്യുമ്പോഴോ എല്ലാരും ബ്രീത്ത് ഔട്ട്,
ബ്രീത്ത് ഔട്ട്. യെസ്. ഇപ്പൊ എന്താ സംഭവിച്ചേ? ആദ്യം പൊന്തിയിരുന്ന അല്ലെങ്കിൽ അപ്വേർഡ് മൂവ് ചെയ്ത റിപ്സും സ്റ്റേണോ എന്ത് ചെയ്യുന്നു? അവരുടെ ഒറിജിനൽ പൊസിഷനിലേക്ക് താന്ന് വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു. ഡയഫ്രം തന്നെ റിലാക്സ് ചെയ്തു. നിങ്ങൾ വിചാരിക്കും റിലാക്സ് ചെയ്തുകൊണ്ട് ഡയഫ്രം ഇങ്ങനെ പൊന്തിയാണല്ലോ ഇരിക്കുക. കാരണം നോർമലി ഡയഫ്രം അങ്ങനെയാണ് ഇരിക്കുക. അതുകൊണ്ടാണ് കേട്ടോ. സോ ഡയഫ്രം റിലാക്സ് ചെയ്തു. വോളിയം കുറഞ്ഞു. വോളിയം കുറഞ്ഞാലല്ലേ മക്കളെ മാക്സിമം CO2 വെളിയിൽ തള്ളിക്കളയാൻ പറ്റുള്ളൂ. CO2 വെളിയിലേക്ക് പോകണ്ടേ? സോ വോളിയം കുറഞ്ഞു, പ്രഷർ കൂടി. അപ്പൊ മാക്സിമം എമൗണ്ട് ഓഫ് CO2 വെളിയിലേക്ക് പോകും. സോ നിങ്ങൾ ചിന്തിച്ചു വെക്കണം, നോക്കി വെക്കണം എന്തൊക്കെയാണ് ദ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. ബ്രീത്തിങ്ങിന്റെ പിന്നിലുള്ള മെക്കാനിസം ആണ് പറയുക ഇൻഹലേഷനും എക്സലേഷനും. ഇൻഹലേഷൻ ചെയ്യുമ്പോൾ റിപ്സ് അപ്വേർഡ് മൂവ് ചെയ്യും, സ്റ്റേൺ അപ്വേർഡ് മൂവ് ചെയ്യും, ഡയഫ്രം കോൺട്രാക്ട് ചെയ്യും, വോളിയം കൂടും, thoracic ക്യാവിറ്റിയുടെ വോളിയം കൂടും, പ്രഷർ കുറയും, ഓക്സിജൻ എൻ്റർ ചെയ്യും. എക്സൈൽ ചെയ്യുമ്പോഴോ? എക്സൈൽ ചെയ്യുമ്പോൾ റിപ്സും സ്റ്റേണവും ഒറിജിനൽ പൊസിഷനിലേക്ക് വരും, ഡയഫ്രം റിലാക്സ് ചെയ്യും. പിന്നെ എന്താ സംഭവിക്കുക? thoracic ക്യാവിറ്റിയുടെ വോളിയം കുറയും, പ്രഷർ കൂടും, കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിലേക്ക് പോകും. ഇത്രയാണ് നടക്കുക. ഇനി മുന്നോട്ട് പോകുമ്പോൾ യെസ്, അതൊരു ടേബിൾ ആയിട്ട് ടീച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് നോക്കി വെക്കണേ മക്കളെ. ഇൻഹലേഷൻ നടക്കുമ്പോഴും എക്സലേഷൻ നടക്കുമ്പോഴും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരിക? ഇൻഹലേഷൻ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് പ്രോസസ് ആണ്. എക്സലേഷൻ ഒരു പാസീവ് പ്രോസസ് ആണ്. ആക്റ്റീവ് ആൻഡ് പാസീവ് നിങ്ങൾക്ക് അറിയാലോ. ഇതൊരു മല. ഈ ഒരു മലയിലേക്ക് നിങ്ങൾ സൈക്കിൾ ചവിട്ടി പോകുന്നു. അതെന്താണ്? ആക്റ്റീവ് പ്രോസസ് ആണ്. നിങ്ങൾ മലയിന്ന് താഴേക്ക് ഇറങ്ങുന്നു. അതെന്താണ്? പാസീവ് പ്രോസസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എത്ര ഈസിയാണ് ഇൻഹേലേഷനും എക്സലേഷനും? വ്യത്യാസം എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? സോ ഇൻഹലേഷൻ ആക്റ്റീവ് പ്രോസസ് ആണ്, എക്സലേഷൻ പാസീവ് പ്രോസസ് ആണ്. ഇൻഹലേഷൻ ടൈമിൽ ഡയഫ്രം എന്ത് സംഭവിക്കുന്നു? ഡയഫ്രം ഇന്റർകോസ്റ്റൽ മസിൽസിന് എന്ത് സംഭവിക്കുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു. എക്സലേഷനിലോ അത് റിലാക്സ് ചെയ്യുന്നു. ഇൻഹലേഷനിൽ റിപ്സിന് എന്താ പറ്റുക? അപ്വേർഡും ഔട്ട്വേർഡും മൂവ് ചെയ്യുന്നു. മുകളിലേക്ക് പൊന്തുന്ന പോലെയും പുറത്തേക്ക് തള്ളുന്ന പോലെയും നമുക്ക് ഫീൽ ചെയ്യും. എക്സലേഷനിലോ ഡൗൺവേർഡും ഇൻവേർഡും മൂവ് ചെയ്യുന്നു. ഇനി ഡയഫ്രത്തിന്റെ കേസ് എടുത്തേ. ഇൻഹലേഷൻ ടൈമിൽ എന്താ ചെയ്യുക? മൂവ്സ് ഡൗൺവേർഡ്. എക്സലേഷനിലോ മൂവ്സ് അപ്വേർഡ്. ഓക്കെ. ഇനി thoracic ക്യാവിറ്റിയുടെ വോളിയം ഇൻഹലേഷനിൽ കൂടുന്നു, പ്രഷർ കുറയുന്നു. ഓക്കെ. എക്സലേഷനിലോ വോളിയം കുറയുന്നു, പ്രഷർ കൂടുന്നു. നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഇതിന്റെ എഫക്ട് എന്താ വരുന്നത് നോക്കി? ഇൻഹലേഷനിൽ എയർ മൂവ്സ് ഇൻ, ഓക്സിജൻ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഓക്കെ. എക്സലേഷനിലോ എയർ മൂവ്സ് ഔട്ട്, CO2 വെളിയിലേക്ക് പോകുന്നു. ക്ലിയർ അല്ലേ മക്കളെ? എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? നോ? ഓൾ തിങ്സ് ആർ ക്ലിയർ? ഗുഡ്. വെരി ഗുഡ്. അപ്പൊ ടീച്ചർ മൂവ് ചെയ്യാണ്, മുന്നോട്ട് പോവാണ്. നമ്മൾ ഈ ഒരു സെഷന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തുകയാണ്. നമ്മളിൽ മാത്രമല്ല റെസ്പിറേഷൻ നടക്കുന്നത്, ഈവൻ നമ്മുടെ പ്ലാന്റ്സിലും മറ്റ് ആനിമൽസിലും നടക്കുന്നുണ്ട്. അവരെ കുറിച്ചൊന്ന് നോക്കാം. റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ അതർ ഓർഗാനിസംസ്. മറ്റുള്ളവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് എങ്ങനെയാണ്? പ്ലാന്റ്സിൽ എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ഒരു സ്ട്രക്ചർ ടീച്ചർ ന്യൂട്രീഷന്റെ കേസിലേ പഠിപ്പിച്ചു തന്നിരുന്നു. ഓർമ്മയുണ്ടോ? യെസ്. ഈ പയറുമണി അടുക്കി വെച്ചിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിന്റെ പേരെന്താ? സ്റ്റൊമാറ്റ. എന്താ പറയാ? സ്റ്റൊമാറ്റ എന്നാണ് പറയാ. ഇതിനെ നമുക്ക് ഗ്വാഡ് സെൽസ് എന്ന് പറയാം. ഓക്കെ. സോ ഈ സ്റ്റൊമാറ്റയാണ് ലീഫിൽ എങ്ങനെയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ മൂക്കിൽ നോസ്ട്രിൽ ഉള്ളത് പോലെ, നമ്മുടെ ബോഡിയിൽ നോസ്ട്രിൽ ഉള്ളത് പോലെ പ്ലാന്റ്സിന്റെ ലീഫിൽ സ്റ്റൊമാറ്റയാണുള്ളത്. ലീഫിൽ മാത്രമേ സ്റ്റൊമാറ്റ ഉള്ളൂ. സ്റ്റെമ്മിലും റൂട്ടിലുള്ള സ്ട്രക്ചറിന്റെ പേര് ലെന്റിസെൽ എന്നാണ് കേട്ടോ. അത് വേറൊരു സ്ട്രക്ചർ ആണ്. ചെറിയ ചെറിയ പോർസ് പോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട് സ്റ്റെമ്മിലും റൂട്ടിലും. അതിനാണ് ലെന്റിസെൽ എന്ന് പറയാ. സോ പ്ലാന്റ്സിലെ റെസ്പിറേറ്ററി ഓർഗൻസ് ആരാണ്? സ്റ്റൊമാറ്റ ഇൻ ലീവ്സ്, ലെന്റിസെൽ ഓൺ സ്റ്റെം ആൻഡ് റൂട്ട്സ്. ഓർത്ത് വെക്കണം. മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ള ആനിമൽസിന്റെ കേസ് എടുക്കുമ്പോൾ നോക്കിക്കേ. ഇൻ അതർ ആനിമൽസ് എങ്ങനെയാണ് റെസ്പിറേറ്ററി ഓർഗൻസ്? മോസ്റ്റ് ഓഫ് ദ ആനിമൽസിലും വരുന്ന എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഫ്രോഗ്, നമ്മുടെ തവളക്കുട്ടന്റെ കേസിൽ എങ്ങനെയാന്ന് നോക്കിക്കേ. മോയിസ്റ്റ് ആയിട്ടുള്ള സ്കിന്നും വരുന്നുണ്ട്, ലങ്സും വരുന്നുണ്ട് റെസ്പിറേറ്ററി ഓർഗൻ. എർത്ത് വാമിന്റെ ബോഡിയിലോ മോയിസ്റ്റ് സ്കിൻ ആണ് വരിക. ഫിഷ്, മീനുകളുടെ എങ്ങനെയാണ്? ഇതിപ്പോ ഒരു മീനാന്ന് വിചാരിക്കട്ടെ. ഇത് മീനാന്നൊക്കെ വിചാരിക്കില്ല, എന്നാലും വിചാരിച്ചോളൂ മീനാന്ന് വിചാരിക്കട്ടെ. ഇതിന്റെ ഈ ഒരു ഭാഗം കണ്ടോ? ഇവിടെയാണ് ചെകിളപ്പൂക്കൾ, ഗിൽസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കേട്ടോ. ഇത് ത്രൂ ആണ് അവർ എന്ത് ചെയ്യുന്നത്? ഉള്ളിലേക്ക് ഓക്സിജൻ എടുക്കുക. ഓക്കെ. അവര് ഡിസോൾവ്ഡ് ഓക്സിജൻ, വാട്ടറിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് അവർ എടുക്കുക കേട്ടോ. സോ ഗിൽസ് ആണ് ഫിഷിന്റെ വരിക. അതുപോലെ ഇൻസെക്ട്സ്, ഇപ്പൊ പാറ്റ പോലെയുള്ളവരുടെയൊക്കെ എന്താണ്? ട്രക്കിയ ആണ് വരിക. ട്രക്കിയ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്. മാമൽസ്, നമ്മളിലൊക്കെ എങ്ങനെയാണ്? ലങ്സ് ആണ് വരിക. സോ എല്ലാ ആനിമൽസിന്റെ നോക്കി വെക്കുക. മോയിസ്റ്റ് സ്കിന്ന്, ലങ്സ്, ട്രക്കിയ, ഗിൽസ്. ഓക്കെ. മോയിസ്റ്റ് സ്കിൻ വരുന്നത് എർത്ത് ഫ്രോഗിനും വരുന്നുണ്ട്. ലങ്സ് വരുന്നത് മാമൽസിനും ഫ്രോഗിനും വരുന്നുണ്ട്. ഗിൽസ് ഫിഷിന് മാത്രമേ വരുള്ളൂ. ട്രക്കിയ ഇൻസെക്ട്സിനെ വരുള്ളൂ. ഇനി നമുക്ക് നോക്കാം. ഇത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. ഇപ്പം ഈ എർത്ത് ഫ്രോഗും ഇവരെല്ലാരും എന്താണ്? മോർ ദാൻ വൺ സെൽ ഉണ്ട് അവരുടെ ബോഡിയിൽ. മൾട്ടി സെല്ലുലാർ ആണ്. അപ്പൊ യൂണിസെല്ലുലാറിൽ എങ്ങനെയായിരിക്കും? യൂണിസെല്ലുലാറിന് അമീബ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ സെൽ മെംബ്രെയിൻ, ഡയറക്റ്റ് ഡിഫ്യൂഷൻ വഴി സെൽ മെംബ്രെയിൻ ത്രൂ ആണ് അവര് ഓക്സിജൻ ഇൻടേക്ക് ചെയ്യുന്നതും CO2 വെളിയിലേക്ക് വിടുന്നത്. കണ്ടോ? ഇതാണ് അവരുടെ സെൽ മെംബ്രെയിൻ, ഔട്ടർ കവറിംഗ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അത് ത്രൂ ആണ് അവർ എന്ത് ചെയ്യുന്നത്? ഡിഫ്യൂഷൻ പ്രോസസ് ആണ് നടക്കുക. ഓക്സിജൻ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിലേക്കും പോകും. ക്ലിയർ ആണോ മക്കളെ?
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനിബഡി ഹാവ് എനി ഡൗട്ട്സ്? No, all clear. So thank you so much, my dear students. Thank you. Okay. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കി വെച്ചോളൂ. മറക്കാതെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാൽ മതി. ടീച്ചർ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ദെൻ താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് മൂവ് ചെയ്യാനുണ്ട്. ദാറ്റ് ഇസ് ട്രാൻസ്പോർട്ടേഷൻ. സോ മക്കൾ എല്ലാവരും നോട്ട് എഴുതി വെക്കണം. മറക്കരുത്. ക്ലാസ് നല്ലതാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. Thank you so much, everyone. Thank you. Okay, bye bye.